നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളക്കടല ഉപയോഗിച്ചാണ്. ഞാനിവിടെ അരക്കപ്പ് വെള്ളക്കടല ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റോ അല്ലെങ്കിൽ ഏകദേശം 10 മണിക്കൂർ നേരം നല്ലപോലെ സോക്ക് ചെയ്യുക. വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് ഇവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. കടലയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, ഒരുപാട് ഉടഞ്ഞു പോകരുത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ കടലയിലേക്കും ഈ ഒരു മസാല നല്ല പോലെ കവറായിട്ട് വരണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്തത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലക്കൊക്കെ ഒരു കവറിങ് വരുന്ന രീതിക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു പാകത്തിന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓരോ കടലയും ഇതുപോലെ നന്നായിട്ട് കവറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പുറമെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിനായിട്ട് ഇനി ഒരു സോസും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു വലിയ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് വീണ്ടും ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടു വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഷേസ്വാൻ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. ഷേസ്വാൻ സോസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം വേണമെങ്കിൽ ചില്ലി ഗാർലിക് സോസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു സോസിൽ കവർ ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു കടലയുടെ രുചി ഒന്നും കൂടെ കൂടുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വൈകുന്നേരം സ്നാക്കായിട്ട് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും പെർഫെക്റ്റ് ആണ്.